ഞങ്ങൾക്ക് ഭജൻ കച്ചവടമാണ്, ഇൻഡസ്ട്രിയാണ്. ഇത് പറഞ്ഞത് നന്ദഗോപൻ ഭജൻ്റെ നവീൻ ബാബുവാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കച്ചവടമാണ്, അല്ലാതെ ഞങ്ങൾക്കിതൊരു ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമല്ല. ഞങ്ങൾക്കിത് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് അതിൻ്റെ മുഖ്യ പാട്ടുകാരനായിട്ടുള്ള ഗോവിന്ദത്തിൻ്റെ മുഖ്യ പാട്ടുകാരൻ, ആ ഭജൻ സംഘത്തിൻ്റെ മുഖ്യ പാട്ടുകാരൻ മാതൃഭൂമി ചാനലിൽ മാതൃഭൂമിയുടെ മാതൃഭൂമി.com ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഒരു ബിസിനസ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ വിചാരിച്ചു ഇത് ഭക്തിപൂർവ്വം വന്നിരുന്ന് പാടുന്ന നമ്മുടെ പഴയ ഭക്തിപ്രസ്ഥാനം പോലെ പൂന്താനം നമ്പൂതിരിയൊക്കെ പോലെ പൂന്താനത്തിനെ പോലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിരുന്ന് പാടുന്നതാണ്. കൃഷ്ണൻ്റെയും പിന്നെ ഗണപതിയുടെയും അതുപോലെ തന്നെ മറ്റേ ദേവീസ്തുതിയൊക്കെ പാടുന്നത് ഇത് ഭക്തിയുടെ മാർഗമാണെന്ന് തെറ്റിദ്ധരിച്ചത് ജനത ആരാധനയോടുകൂടിയാണ്, ഒരു വീരാരാധനയാണ് നന്ദഗോവിന്ദൻ ടീമിന് കൊടുത്തത്. അവർ അത് നന്നായി ചൂഷണം ചെയ്തു. ഭക്തിയുടെ ചൂഷണത്തിലേക്ക് അവർ പോയി. വലിയ തോതിൽ നല്ല കാശുമുണ്ടാക്കി. വേണമെങ്കിൽ അവർക്ക് കാസറ്റ് ഇറക്കാമായിരുന്നു. ഇപ്പോൾ കലാഭവൻ മണി, നാദർഷ, കരിശ്രീ അശോകൻ, ജയറാമൊക്കെ ഒരു കാലഘട്ടത്തിൽ കൊച്ചിൻ കലാഭവനൊക്കെ നല്ല കാസറ്റ് ഇറക്കിയില്ലേ. അതുപോലെ തന്നെ ഭക്തി ഗാനങ്ങൾ, ഇപ്പോൾ ചിത്ര, പിന്നെ MG ശ്രീകുമാറൊക്കെ ഭക്തി ഗാനങ്ങൾ ഇറക്കും. അത് അവർക്ക് നല്ല കാശ് കിട്ടും. കാസറ്റ് ഇറക്കിയാൽ നല്ല കാശ് കിട്ടും. അതിൽ വെക്കി പോകണമായിരുന്നു. പക്ഷേ ഭജൻ ഇറക്കി നിങ്ങൾ എങ്ങും പാടാൻ പോകണ്ടായിരുന്നു. ഭജൻ ഇറക്കി നിങ്ങൾ കാസറ്റ് ഇറക്കി കാശുണ്ടാക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഭക്തി മാർഗത്തിൽ ഭക്തി മൂത്ത് ആളുകളെ മുന്നിലിരുത്തി ഭക്തിയുടെ പാരമ്യത്തിലേക്ക് അവരെത്തിച്ച് പാട്ട് പാടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ക്രിസ്തീയ പാട്ട് പാടുന്നു, ഡെപ്പാങ്കൂത്ത് പാടുന്നു, അതിൻ്റെ ഇടയിൽ കൂടി മാപ്പിളപ്പാട്ട് പാടുന്നു, അതുപോലെ പൂരപ്പാട്ട് പാടുന്നു. അത് ശരിയായില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾ ഇതുവരെ പുറത്ത് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ പുറത്ത് പറഞ്ഞു. നിങ്ങൾക്കിത് ബിസിനസ്സാണ്, ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ്. അപ്പോൾ വ്യവസായവും ബിസിനസ്സും കച്ചവടമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. നിങ്ങൾക്ക് ഏത് പാട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിതിൽ ഡെപ്പാങ്കൂത്ത് നടത്താം, വേണമെങ്കിൽ ഡാൻസ് നടത്താം. കാണുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണട്ടെ, വിളിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കട്ടെ. ഇനി ക്ഷേത്രങ്ങളിൽ തന്നെ വിളിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. പള്ളിയിലായാലും അമ്പലത്തിലായാലും പൊതുപ്പറമ്പുകളിലായാലും പൊതു ഇടങ്ങളിലായാലും ഹാൾ പ്രോഗ്രാമായാലും ഞങ്ങൾ റെഡി. ഞങ്ങൾക്ക് കാശ് മാത്രം മതി എന്നുള്ള ഒരു മിനിമം അജണ്ടയിലേക്ക് നന്ദഗോവിന്ദം ടീം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് തന്നെ ആയാലും കഷ്ടമാണ് കാര്യങ്ങൾ. പക്ഷേ മലയാളിയുടെ അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളി സമൂഹത്തിൻ്റെ ഭക്തി എന്ന വികാരത്തെ അതിഗൗരവമായി അതിഗംഭീരമായി ചൂഷണം ചെയ്യാൻ നന്ദഗോവിന്ദം സംഘത്തിന് പറ്റിയിട്ടുണ്ട്. നിങ്ങളത് നന്നായി ചൂഷണം ചെയ്തു. ഇനി എന്ത് എന്നുള്ളതല്ല, ചിലപ്പോൾ വീണ്ടും നിങ്ങളെ പരിപാടികൾക്ക് വിളിക്കും. പ്രത്യേകിച്ച് ഇനിമ മത്സരിച്ച് കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും ഒക്കെ മത്സരത്തിന് വിളിക്കും, ഈ പരിപാടിക്ക് വിളിക്കും. കാര്യം വേടൻ ഒന്ന് ഡിമായെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ CPM തന്നെ കയറി പിടികൊടുത്ത് അവരുടെ ഇടതുപക്ഷ മുന്നണിയുടെ പാട്ട് വരെ എഴുതിച്ചു. അതങ്ങനെ പിടികൊടുക്കും. ആരെങ്കിലും നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ മറ്റൊരു ടീം കയറി പിടികൊടുക്കും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ചിലപ്പോൾ കമ്മികളോ CPMക്കാരോ അല്ലെങ്കിൽ CPIക്കാരോ അത്തരം ആളുകളോ ഭജഗോവിന്ദത്തിനെതിരെ അനുകൂലമായി ഗോവിന്ദ മാഷ് ഒരു അഭിപ്രായം പറയും. അതുപോലെ ഗോവിന്ദ മാഷ് ഒരു അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും, കേരളത്തിൽ വേദികളും കിട്ടും. പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുക്കളിലുള്ള ഹിന്ദു സമാജത്തിലുള്ള അമ്മമാരുടെയും സഹോദരങ്ങളുടെയും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും. ആ വേദനയിൽ നിന്നുള്ള പണമാണ് നിങ്ങളുടെ ഇനിയുള്ള വ്യവസായവും ബിസിനസ്സും കച്ചവടവും. അതിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ലായിരുന്നു. നിങ്ങളത് പോയി. ഇനി അത് തിരിച്ചു വരുന്നത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ബിസിനസ് നടക്കട്ടെ, കച്ചവടം നടക്കട്ടെ, ഇൻഡസ്ട്രി വളരട്ടെ. ഹിന്ദുമതത്തിൻ്റെ നെഞ്ചിൽ, ഹിന്ദു സമാജത്തിൻ്റെ നെഞ്ചിൽ സംഹാര താണ്ഡവം ഒരുപാട് പേര് ആറാടി കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ നന്ദഗോവിന്ദത്തിൻ്റെ പേരിൽ വന്ന് ആറാടുന്നു. നടക്കട്ടെ. നിങ്ങൾ നല്ല പൈസ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് വ്യവസായമാണിത്, വാണിജ്യമാണ്, കച്ചവടമാണ്, ബിസിനസ്സാണ്.